വിക്കി അവൻ്റെ അടുത്തേക്ക് വന്നു. വിക്രത്തിൻ്റെ ഭാവം കണ്ട് വിക്കിയുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താണ് യൂത്ത് ഐക്കൺ വിക്രം റാം ഗോപാൽ എന്നോട് പറയാനുള്ളത്? പുച്ഛത്തോടെ കാറിൻ്റെ ബോണറ്റിൽ ചാടിയിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് വേണ്ടത് എൻ്റെ പെണ്ണിനെയാണ്. വിക്രം സ്വന്തം പോക്കറ്റിൽ തപ്പി നോക്കി. ഞാൻ കൊണ്ടുവന്നിട്ടില്ല, വേണമെങ്കിൽ തപ്പി നോക്കിക്കോ. വിക്കി അവനെ നോക്കി പല്ല് കടിച്ചു. നിന്റെ ആസ്ഥാനത്തെ ചളിയടി കേൾക്കാനല്ല ഞാൻ വന്നത്. വരുന്ന ഞായറാഴ്ച നീ താലി കെട്ടാൻ പോകുന്ന എൻ്റെ ഭാര്യയെ എനിക്ക് വേണം. മനസ്സിലായോ നിനക്ക്? ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ടില്ല. വരുമെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ, വിക്രം ലാഘവത്തോടെ പറഞ്ഞു. കൊണ്ടുപോകും ഞാൻ, അവൾ വന്നില്ലെങ്കിലും. വിക്രം പെട്ടെന്ന് കാറിൽ നിന്നും ചാടി ഇറങ്ങി അവനെ നോക്കി. അങ്ങനെ കൊണ്ടുപോകില്ല നീ. ഉർവശി പത്മനാഭൻ സ്വന്തം മനസ്സോടെ നിനക്കൊപ്പം വന്നാൽ വിട്ടുതിരിഞ്ഞാൻ. അവൾക്ക് നിന്നെ വേണ്ടെന്ന് പറയുന്ന നിമിഷം ആർക്കും വിട്ടുകൊടുക്കാതെ കൂടെ കൂട്ടും ഞാൻ. വിക്കി അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. വിക്രം ഒരു ചിരിയോടെ അവനെ നോക്കി. അവളുടെ കഴുത്തിൽ ആദ്യം താലി കെട്ടിയവൻ ഞാനാണെങ്കിൽ അവളുടെ ശ്വാസം നിൽക്കുന്നതുവരെ ആ താലി തന്നെ അവളുടെ കഴുത്തിൽ കിടക്കും. നിനക്ക് നാണമില്ലേ മറ്റൊരുവൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ? വിക്രം അവൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി. ആണത്തമില്ലാത്തത് നിനക്കടന്നായേ. താലി കെട്ടിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പം അവൾക്കൊരു ജീവിതം ഉണ്ടായപ്പോൾ തിരിച്ചു വേണമെന്നോ? പോയി ചത്തുടടാ നിനക്ക്. നീ ഒന്ന് കേട്ടോ, അവളുടെ മനസ്സിൽ നീ എന്നേ മരിച്ചു കഴിഞ്ഞു. അവിടിപ്പോൾ അവളുടെ ഈ ഡോക്ടർ മാത്രമേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക് നീ. വിക്കി കണ്ണുകൾ മുറുക്കി അടച്ചു. മുഷ്ടി ചുരുട്ടി പിടിച്ച് അവനെ നോക്കി. വിക്രം, നീ ഒന്നോർത്തോ, ഇനി കാണാൻ പോകുന്നത് രാമരാവണ യുദ്ധമാണ്. അവളെ നേടാൻ പോകുന്നത് നീയാണോ ഞാനാണോ എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്. വിക്രം പുച്ഛത്തോടെ അവനെ നോക്കി. രാവണൻ നീയാണെങ്കിൽ എനിക്ക് രാമനാവണ്ട വിക്രം രാംഗോപാൽ. 10 പേരുടെ വാക്ക് കേട്ട് താലി കെട്ടിയ പെണ്ണിനെ കാട്ടിലുപേക്ഷിച്ചു പോയ രാമനാവുന്നതിനേക്കാൾ എനിക്കിഷ്ടം രുദ്രനാവാനാണ്. തന്നുടലിനെ തന്നോട് ചേർത്ത് വെച്ചവൻ. താനില്ലെങ്കിൽ അവളോ അവളില്ലെങ്കിൽ താനോ ഇല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച സംഹാര രുദ്രൻ. അവനായാൽ മതി എനിക്ക്. നെഞ്ചിൽ കൈവച്ച് വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവനെ വിക്കി തറഞ്ഞു നോക്കി നിന്നു. നീ ഒരു ഭീരുവാണ് വിക്രം. നിനക്ക് രാമനോ രാവണനോ ആയിക്കൊള്ളാം, പക്ഷെ മുന്നിൽ നിൽക്കുന്നത് രുദ്രനാണെന്ന് ഓർമ്മ വേണം നിനക്ക്. വൈദേഹി എൻ്റെ ദേഹിയാണ്. നീയെന്നല്ല ആര് വന്നാലും ഭസ്മമാക്കി കളയും ഞാൻ. വിരൽ ചൂണ്ടി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി പോകുന്നവനെ നോക്കി വർദ്ധിച്ച ദോഷത്തോടെ നോക്കി നിന്നു വിക്കി. അതേസമയം തൻ്റെ പഴയ ഡയറി പൊടിതട്ടി എടുക്കുകയായിരുന്നു വൈദു. ഒപ്പം മിലി എന്ന തൻ്റെ തൂലികാനാമം എഴുതിയ എഴുത്തിലൂടെ അവളൊന്ന് വിരലോടിച്ചു. ഡയറിക്കുള്ളിൽ നിന്നും കുറച്ച് കത്തുകൾ നിലത്തേക്ക് വീണത് വൈദു എടുത്ത് നിവർത്തി നോക്കി. പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് അങ്ങനെ തുടങ്ങുന്ന കുറേ കത്തുകൾ. രാധിക അസ്വസ്ഥമായ മനസ്സോടെ വിക്രത്തിന് മുന്നിൽ നിന്നു. എന്നാൽ അവൻ്റെ മുഖം വളരെ ശാന്തമായിരുന്നു. മോനെ വിക്രം, എന്തൊക്കെ സംഭവിച്ചാലും വൈദുവിനെ ഉപേക്ഷിക്കരുത്. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എൻ്റെ മോൾ ജീവനോട് ഉണ്ടാവില്ല. രാധിക വിതുമ്പിപ്പോയി. ആൻറ്റി, ഞാനായിട്ട് ഒരിക്കലും വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. പക്ഷേ ഉർവശി അറിയണം സത്യം എന്താണെന്ന്. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞാണ് അവൾ ഇതൊക്കെ അറിയുന്നതെങ്കിൽ അത് ബാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ ആയിരിക്കും. അവൾ എന്ത് തീരുമാനമെടുത്താലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും, വിക്രം ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ഒരിക്കലും വൈദു വിക്കിയെ വീണ്ടും അംഗീകരിക്കില്ല മോനെ. അവൾ ആത്മാഭിമാനമുള്ള കുട്ടിയാണ്. തന്നെ വേണ്ടെന്ന് പറഞ്ഞവനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളാണ്. നിനക്ക് തോന്നുന്നുണ്ടോ വൈദു വിക്കിയോട് ക്ഷമിക്കുമെന്ന്? അവളുടെ മനസ്സിൽ വിക്രത്തിനുള്ളതുപോലൊരു ഇഷ്ടം ഉണ്ടോ എന്നറിയില്ല. എനിക്ക് അവളോട് തന്നെ ചോദിക്കണം ആൻറ്റി. ഒപ്പം ഉർവശി അറിയുകയും വേണം അവൾക്ക് വന്നുകൊണ്ടിരുന്ന കത്തുകളുടെ ഉടമ വിക്രമാണെന്ന്. രാധിക ഒന്നും മിണ്ടാതെ അവനെ നോക്കി. രാധികയ്ക്ക് അകാരണമായ ഭയം തോന്നി. ഒരുപക്ഷെ വൈദു സത്യങ്ങൾ അറിഞ്ഞാൽ വിക്രം പറഞ്ഞതുപോലെ ആ കത്തുകളുടെ ഉടമയോട് അവൾക്ക് അങ്ങനെയൊരു പക്ഷേ വൈദു ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം നല്ലതിനാവട്ടെ. അവൻ്റെ നെറുകയിലൊന്ന് തലോടി കാറിൽ കയറിപ്പോകുന്ന രാധികയെ നോക്കി വിക്രം നെടുവേർപ്പെട്ടു. വിക്രം വിളിച്ചത് പ്രകാരം വണ്ടിയുമായി പുഞ്ചപ്പാടത്തിനരികിലുള്ള പാലത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു വൈദു. അത്യാവശ്യമായി സംസാരിക്കണമെന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു കോട്ടൺ സാരി ഉടുത്ത് മുടി പെന്നിക്കിട്ടിയിട്ടായിരുന്നു അവൾ നിന്നത്. വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. വിക്രം കാറ് നിർത്തി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ മുഖത്ത് പതിവ് ഗൗരവം തന്നെയാണ്. ഇവിടെ നിൽക്കണ്ട, വാ നടക്കാം, അതും പറഞ്ഞു പാലത്തിലൂടെ മുന്നോട്ട് നടന്നവൻ്റെ പുറകെ നടന്നു വൈദു. കുറച്ചു ദൂരെ മാറിയുള്ള മുള കൊണ്ടു തീർത്ത കുടിലിൽ മുള കൊണ്ടുള്ള ഡെസ്കിൻ്റെ ഇരുവശവും അവർ ഇരുന്നു. മിലി ആരാ? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ വൈദു ഒന്ന് ഞെട്ടി അവനെ നോക്കി. അതെന്താ അങ്ങനെ ചോദിക്കാൻ? ഞാൻ ചോദിച്ചിട്ടുള്ള ഉത്തരവല്ലല്ലോ അത്. അവൻ്റെ കടുപ്പിച്ചുള്ള നോട്ടത്തിൽ അവളൊന്ന് പതറി. എൻ്റെ തൂലികാനാമമാണ്, അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു.
മിലി എന്ന വൈദേഹി പത്മനാഭനല്ലേ മാമ്പഴം എന്ന വാരികയ്ക്ക് വേണ്ടി നോവലുകളും കവിതകളും എഴുതിയത്? അവൻ കൈകെട്ടിയിരുന്ന് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വൈദു തലയാട്ടി അവനെ നോക്കി. അതിനിപ്പോൾ എന്തു പറ്റി? നിനക്ക് ഒരുപാട് കത്തുകൾ വരാറുണ്ടായിരുന്നു അല്ലേ? അവൾ മൂളി അവനെ നോക്കി. അതിൽ ഒരു കത്തിൽ നിറയെ നിന്നോടുള്ള പ്രണയമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ലേ നീ? ഇത്തവണ വൈദു അവനെ തുറച്ചു നോക്കി. ഇതൊക്കെ എങ്ങനെ സാറിനറിയാം? എന്നോ കുഴിച്ചു മൂടിയ ഓർമ്മകൾ എന്തിനാ വീണ്ടും കുഴിച്ചെടുക്കാൻ നോക്കുന്നത്? കണ്ണു നിറച്ച് ദേഷ്യത്തോടെ പറയുന്നവളുടെ ഭാവങ്ങൾ ഓരോന്നും അവൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, അതിന് സത്യസന്ധമായ ഉത്തരം നീ പറയണം. ആ കത്തിൻ്റെ ഉടമയ്ക്ക് നിന്നോട് പ്രണയമായിരുന്നു. അതേ ഇഷ്ടം നിനക്ക് തിരിച്ച് അയാളോടുണ്ടായിരുന്നോ? വൈദു തലകുനിച്ചു. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഉർവശി, അവൻ അവളെ നോക്കി വിളിച്ചു. ഉത്തരം പറയാ. എനിക്കറിയില്ല. ശരി, നിന്റെ ഉത്തരം അങ്ങനെയായ സ്ഥിതിക്ക് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. അവൾ പകപ്പോടെ അവനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. അവൾ അവിശ്വാസത്തോടെ അവനെ നോക്കി. പണ്ടെങ്ങുമുള്ള കാര്യത്തിന് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം? നിങ്ങളും എന്നെ ചതിക്കുകയായിരുന്നോ? ഞാൻ എന്താ പാവയാണോ? മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് കൂത്താടുന്ന പാവ? അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ വിക്രം അവളുടെ കൈ തട്ടി മാറ്റി അവളെ നോക്കി. വൈദു അവിശ്വാസത്തോടെ അവനെ നോക്കി. ഉർവശി, നിന്നെ തിരക്കി നിന്റെ പ്രണയം സ്വന്തമാക്കാൻ ആ കത്തിൻ്റെ ഉടമ, നിന്റെ ആരാധകൻ വന്നിട്ടുണ്ട്. വൈദു ഞെട്ടലോടെ അവനെ നോക്കി. അവൾ തളർച്ചയോടെ ഇരുന്നു പോയി. ഇല്ല, ഞാനൊന്നും വിശ്വസിക്കില്ല. അയാൾ ആരാണെന്ന് അറിയുമോ നിനക്ക്? അതറിഞ്ഞാൽ ഒരുപക്ഷെ നീ സന്തോഷിക്കുമായിരിക്കും, അല്ലെങ്കിൽ വേദനിക്കുമായിരിക്കും. കാരണം മിലി എന്ന തൻ്റെ എഴുത്തുകാരി, തൻ്റെ പ്രണയിനി നീയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞത് 2 ദിവസം മുൻപാണ്. വൈദു വിക്രത്തെ തന്നെ നോക്കിയിരുന്നു. വിക്രം അവളുടെ അടുത്തേക്കിരുന്ന് സമാധാനത്തോടെ അവളെ നോക്കി. നിനക്ക് അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് തടസ്സമാകില്ല. വൈദു കണ്ണു തുടച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് അവനെ നോക്കി. ആരാണ് ആള്? നിന്റെ കഴുത്തിൽ ആദ്യം താലി കെട്ടിയ ആള് തന്നെ, വിക്രം റാം ഗോപാൽ. വൈദു ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു. സാരിത്തുമ്പിൽ കൈ ചുരുട്ടിപ്പിടിച്ച് അവൾ തറഞ്ഞിരുന്നു. എന്നിട്ട് അയാളുടെ കൂടെ ഞാൻ ഇനി പോകണമെന്നാണോ? അവളുടെ തുറച്ചു നോക്കിക്കൊണ്ടുള്ള മറുപടിയിൽ വിക്രം അവളെ മിഴിച്ചു നോക്കി. ദേഷ്യം കൊണ്ട് മൂക്കിൻ തുമ്പൊക്കെ ചുവന്നിട്ടുണ്ട്. കവിളുകൾ ചുവന്നു തുടുത്ത് തക്കാളി പോലെ പഴുത്തു. എന്താ? വിക്രം ഒന്നുകൂടി അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ചെവി കേൾക്കില്ലേ? ഒരിക്കൽ ഉപേക്ഷിച്ചു പോയതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പോകണമെന്നാണോ? അത്രയ്ക്ക് ആത്മാഭിമാനമില്ലാത്ത തരം താഴ്ന്നവളാണ് ഞാനെന്ന് കരുതിയോ? വൈദു കിതപ്പോടെ പറഞ്ഞപ്പോൾ വിക്രം ഒരു ചിരിയോടെ അവളെ നോക്കി. അതുവരെ ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയതാളം സാധാരണ നിലയിലെത്തിയിരുന്നു. അയാൾ സ്നേഹിച്ചത് ഒരിക്കലും വൈദേഹിയല്ല, മിലി എന്ന എഴുത്തുകാരിയാണ്. അവളുടെ വാക്കുകളെയാണ്. ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരുവിന് താൻ സ്നേഹിക്കുന്നവൾ അടുത്തുണ്ടെങ്കിൽ അവളെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഒരിക്കൽ പോലും വിക്രം എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് അയാളോട് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചില്ലേ നിങ്ങൾ? അവളത് പറഞ്ഞ് അവനെ രൂക്ഷമായി നോക്കി. വിക്രം ആദ്യമായി അവളുടെ നോട്ടത്തിൽ ഒന്ന് പതറിപ്പോയി. എനിക്ക് വന്ന ഒരുപാട് കത്തുകളിൽ ഒന്നായിട്ടേ ഞാനത് കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അല്ലാതെ വൈദേഹി ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ല. അതിൻ്റെ യഥാർത്ഥ വ്യക്തി ആരാണെന്ന് അയാൾക്കത് നിസ്സാരമായി കണ്ടുപിടിക്കാമായിരുന്നു. എന്നിട്ട് ചെയ്തോ? ഇല്ലല്ലോ. വിക്രം ഒരു ആർട്ടിസ്റ്റാണ്, കലയോടടങ്ങാത്ത അഭിനിവേശമുള്ളയാൾ. അയാളുടെ ഹൃദയത്തിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞുപോയ വരികളോടും എഴുതിയ ആളിനോടും അയാൾക്ക് പ്രണയം തോന്നി. പക്ഷേ യഥാർത്ഥ വ്യക്തിയോടല്ല ആ പ്രണയം. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ഇനി എൻ്റെ വിവാഹം അയാളുമായി നടത്താനുള്ള കോൺട്രാക്റ്റ് പണി കൂടി ഡോക്ടർ ഏറ്റെടുത്തെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ആരെയും വേണ്ട. എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയാലും എനിക്കൊന്നുമില്ല, ഒന്നും. വൈദ്യു എണ്ണീറ്റ് നടക്കാനായതും വിക്രം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തു. എടി കാന്താരി മുളകെ, നിന്റെ നാവിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ നീ എന്താ കരുതിയേ അവന് ഞാനങ്ങ് നിന്നെ വിട്ടുകൊടുക്കുമെന്നോ? നെവർ. ഞാൻ ഒരു കാര്യം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടേ എന്ത് വില കൊടുത്തും സ്വന്തമാക്കിയിരിക്കും. അതിനി ഏത് വിക്രം റാം ഗോപാൽ വന്നാലും. മരണം വരെ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി മാത്രമേ ഉണ്ടാവൂ. നിന്നെ സ്നേഹിക്കാനായാലും വേദനിപ്പിക്കാനായാലും ഞാൻ മാത്രം മതി. അവളുടെ ചുണ്ടുകൾ ഞെരിച്ചുകൊണ്ട് വിക്രം പറഞ്ഞപ്പോൾ വൈദു എരിവ് വലിച്ചുപോയി. പിന്നെ എന്തിനാ എന്നെ ഇത്രയും നേരം വീർപ്പ് മുട്ടിച്ചത്? ഞാനൊരു ഡോക്ടറല്ലേ, രോഗിയുടെ ഹിസ്റ്ററി അറിഞ്ഞിട്ടല്ലേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങൂ. അവൻ അവളെ ഇരു കൈയും വെച്ച് ലോക്ക് ചെയ്ത് അവനോട് മുറുക്കി ചേർത്ത് നിർത്തി. ഇതേ സമയം വിക്രത്തിൻ്റെ മെസ്സേജ് കണ്ട് അവൻ അയച്ച ലൊക്കേഷനിൽ വരികയായിരുന്നു വിക്കി. വിട്. അവനോട് അത്രയും ചേർന്ന് ശ്വാസം പോലും കടക്കാൻ കഴിയാത്ത അകലത്തിൽ നിന്നപ്പോൾ വൈദ്യുവിൻ്റെ ഉടലാകെ വിറച്ചുപോയി. ദൂരെ നിന്ന് വിക്കി വരുന്നത് വിക്രം കണ്ടിരുന്നു. വിടാം,
പക്ഷേ ഈ ഷുഗറിൻ്റെ ഡോക്ടർക്ക് കുറച്ച് മധുരം വേണം. ഇപ്പോൾ ഈ നിമിഷം ഞാൻ എടുക്കാൻ പോവാ. അവൾ മിഴിച്ചു നോക്കും മുൻപേ വിക്രം അവളുടെ ചൊടികളെ കവർ. വൈദു അറിയാതെ ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. വളരെ സാവധാനം നേർമയോടെ പൂ പോലെ അവളുടെ ചുണ്ടുകളെ നുണയുന്നവനെ കണ്ട് ശില പോലെ തറഞ്ഞു നിന്നിരുന്നു വിക്കി. വൈദു അവൻ്റെ മുടിയിഴകളിൽ കൊരുത്തു വലിക്കുന്നതും പെരുവിരലിൽ ഉയർന്നു നിൽക്കുന്നതും കണ്ട് തളർച്ചയോടെ നിന്നുപോയി അവൻ. അവൻ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടും വിക്രം അവളെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ശ്വാസം വിലങ്ങുതടിയായപ്പോൾ വൈദു അവനെ തള്ളി മാറ്റി കിതപ്പോടെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. വിക്രം ചുണ്ടു തുടച്ചുകൊണ്ട് വിജയഭാവത്തിൽ വിക്കിയെ നോക്കി. എത്തിയോ? വിക്രം പറഞ്ഞപ്പോഴാണ് വൈദു തിരിഞ്ഞു നോക്കിയത്. അവിശ്വസനീയതയോടെ കണ്ണുകൾ കലങ്ങി നോക്കി നിൽക്കുന്നവനെ കണ്ട് ഒരു നിമിഷം വൈദു തറഞ്ഞു നിന്നുപോയി. ഒപ്പം അവളുടെ കൈകൾ വിക്രത്തിന്റെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. ഒരു പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് ഇത്തിരി മധുരം കൂടും അല്ലേ വിക്രം? വിക്രം വൈദുവിനെ തന്നെ തറഞ്ഞു നോക്കി നിൽക്കുന്ന വിക്കിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നെ കാണിക്കാൻ? ഷോ, അങ്ങനെ തോന്നിയോ നിനക്ക്? നിനക്കിത് പുതുമയല്ലല്ലോ. സിനിമയിൽ ഒരുപാട് ചെയ്യുന്ന സീനല്ലേ, അത് ലോകം മുഴുവൻ കാണുന്നതല്ലേ, അപ്പൊ നാണക്കേട് ഉണ്ടാവില്ലല്ലോ. വിക്രം പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വിക്കി മുന്നോട്ട് വന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ച് പകയോടെ നോക്കി. പണ്ട് കോളേജിൽ നീ എന്നെ തോൽപ്പിച്ചു, ഇപ്പൊ ഇവിടെയും. പക്ഷേ ഇവളെ മാത്രം നീ നേടില്ല. സമ്മതിക്കില്ല ഞാൻ. കോളേജ് വെച്ച് പലതും നീ എന്നോട് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ക്രഷ് തോന്നിയ പെണ്ണിനെയും നീ ഇതിന്റെ ലവറാക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കാൻ വന്നപ്പോൾ എൻ്റെ ഭാര്യയെയും. വിക്കി പകയോടെ മുരണ്ടപ്പോൾ വിക്രം അവനെ പിടിച്ചു മാറ്റി ഷർട്ട് നേരെയാക്കി. ഇവിടെ ഞാനൊരു മത്സരത്തിനില്ല. ദാ നിൽക്കുന്നു, അവളോട് തന്നെ ചോദിക്ക്, അവൾ തീരുമാനിക്കും എന്തു വേണമെന്ന്. വൈദുവിനെ മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് വിക്രം പറഞ്ഞപ്പോൾ വിക്കി വേദനയോടെ നഷ്ടബോധത്തോടെ അവളെ നോക്കി. മിലി, അവൻ വിറയലോടെ വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു തുറന്ന് അവനെ നോക്കി. അല്ല, മിലി എന്നോ മരിച്ചു കഴിഞ്ഞു. വൈദേഹിയാണ് ഞാൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തീക്ഷ്ണമായ നോട്ടത്തോടെ പറഞ്ഞു. പക്ഷേ നീ എൻ്റെ പ്രണയമാണ് മിലി. നിന്നെ മാത്രമേ അന്നും ഇന്നും എന്നും ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് പോലും നിന്നെ ഞാൻ തൊടുകയോ നോക്കുകയോ ചെയ്യാത്തതും, നിനക്കൊരു പ്രതീക്ഷ പോലും നൽകാത്തതും, സ്നേഹത്തോടെ ഒന്ന് നോക്കുകൂടി ചെയ്യാത്തതും മനസ്സിൽ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് കൊണ്ട് മാത്രമാണ്. വിക്രം നിസ്സഹായനായി പറഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞ് തടിയൂരാം. പക്ഷെ നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയ ആ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അന്ന് അവരോട് നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെക്കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കില്ലായിരുന്നു. എന്തൊക്കെ ന്യായങ്ങൾ നിർത്തിയാലും ഞാൻ അനുഭവിച്ചതിനൊന്നും പകരമാവില്ല. പിന്നെ മിലി, അതൊരു എഴുത്തുകാരോട് മാത്രം തോന്നുന്ന ഒരുതരം വികാരമാണ്. അല്ലാതെ നിങ്ങൾ പ്രണയിച്ചത് വൈദേഹിയല്ല. ഒന്നുകൂടി കേട്ടോളൂ, ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കടന്നു വരില്ല. ഈ നിൽക്കുന്ന വിക്രം രാമകൃഷ്ണനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ഭർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ താലിക്ക് മുന്നിൽ മാത്രമേ ഇനി ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കുകയുള്ളൂ. മിലി മരിച്ചു കഴിഞ്ഞു, അവളുടെ തൂലികയും. ഇനിയെങ്കിലും ഞാനൊന്ന് ജീവിച്ചോട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം തകർക്കാൻ വരരുത്. അവസാനം കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു പറയുന്നവളെ വിക്രം ചേർത്ത് പിടിച്ച് വിക്കിയെ രൂക്ഷമായി നോക്കി. വിക്കി തളർച്ചയോടെ ആ ചെയറിൽ തല കുമ്പിട്ടിരുന്നു. വിക്രം അവളെയും കൊണ്ട് അവിടുന്ന് നടന്നു. ഏത് പ്രതിസന്ധിയിലും കൈവിടില്ലെന്ന പോലെ അവളെ ചേർത്ത് പിടിച്ചു. ആ ചിത്രം വിക്കിയുടെ നെഞ്ചിൽ സൂചി പോലെ കുത്തിക്കയറി ചോര പൊടിച്ചു. അവൻ്റെ ഓർമ്മകൾ ആ കാലത്തിലേക്ക് പോയി, തൻ്റെ കോളേജ് പഠനകാലത്തിലേക്ക്. വൈദുവിൻ്റെയും വിക്കിയുടെയും മനസ്സിൽ അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു. വിക്രം അവളെ പാളി നോക്കി. എന്തോ ആലോചിച്ച് സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. വൈദു +2 പഠിക്കുന്ന സമയം. വിക്രമും വിക്കിയും കോളേജിൽ പോരുകോഴികളെ പോലെ നടക്കുന്ന സമയം. ചെറുതിലെ വൈദു എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. വിക്കി കുറച്ച് കലാബോധമുള്ളവനായിരുന്നു അന്നേ. സിനിമയായിരുന്നു അവൻ്റെ സ്വപ്നം. അങ്ങനെയാണ് മാമ്പഴം എന്ന വാരിക അവൻ വായിക്കാൻ തുടങ്ങിയത്. അതിലെ നോവലുകളിലെ ഡയലോഗുകളൊക്കെ കണ്ണാടിയിൽ നോക്കി തനിയെ പറഞ്ഞു. അതിലെ കഥാപാത്രം സ്വയമാവുകയായിരുന്നു വിക്കി. അവിടുന്നായിരുന്നു അവൻ്റെ തുടക്കവും. അങ്ങനെയാണ് മിലി എന്ന പേരിൽ ആ വാരികയിൽ കവിതകൾ വന്നു തുടങ്ങിയത്. അത് പിന്നെ നോട്ടുകളായി, നോവലുകളായി. വിക്കി ആദ്യമൊക്കെ സാധാരണ പോലെ അത് വായിച്ചു മാത്രം പോയി. പതുക്കെ ഓരോ വരികളോടും വല്ലാത്തൊരു ഫീലിങ്സ് തോന്നി തുടങ്ങിയിരുന്നു അവന്. എല്ലാ വെള്ളിയാഴ്ചയും വാരിക കയ്യിൽ കിട്ടുന്നതുവരെ ഭയങ്കര വെപ്രാളവും ടെൻഷനുമാണ്. ആദ്യ പങ്ക്തി തന്നെ കയ്യിൽ കിട്ടുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഫീലിങ്സ് ആയിരുന്നു. പിന്നെ എഴുതുന്ന ആളോടും പ്രണയം തോന്നി തുടങ്ങി. അങ്ങനെ ഒരാളെയല്ലേ താൻ ആഗ്രഹിച്ചത് എന്ന് ഓർക്കും.
അവൾ എഴുതുന്ന ഓരോ വരികളിലും താനാണെന്ന് സ്വയം സങ്കല്പിക്കും. പിന്നീട് അവളുടെ പേരിലേക്ക് വാരികയുടെ ആൾക്കാർക്ക് തന്നെ ലെറ്റർ എഴുതാൻ തുടങ്ങി. അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവർ കൊടുക്കാൻ വിസമ്മതിച്ചു. എഴുതുന്നയാൾക്ക് പബ്ലിസിറ്റിയും സ്വന്തം ഐഡന്റിറ്റിയും വെളിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞ് എന്ന് അവർ അറിയിച്ചു. 4 വർഷത്തോളം വിക്കി ഒരു ഭ്രാന്തനെ പോലെ അരഞ്ഞു തൻ്റെ മിലിയെ കണ്ടുപിടിക്കാൻ. അവർ ഒരു സൂചന മാത്രം നൽകിയിരുന്നു, പഠിക്കുന്ന കുട്ടിയാണെന്ന്. 18 വയസ്സ് കഴിഞ്ഞു എന്നും. വിക്കിക്ക് വലിയ സന്തോഷം തോന്നി. അവൾ വിവാഹിതയാണെന്ന് സങ്കല്പിക്കാൻ പോലും അവന് പറ്റില്ലായിരുന്നു. പിന്നീട് സിനിമാ മോഹവുമായി വിക്കി ഹൈദരാബാദിലേക്ക് വണ്ടി കയറി. മിലി അവളുടെ എഴുത്തും നിർത്തിയിരുന്നു. എത്ര ദൂരെയായാലും മാമ്പഴത്തിൻ്റെ ആദ്യ വാരിക അവൻ എവിടെയായാലും അവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു രാധിക. പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണമെന്തെന്ന് രാധികയ്ക്ക് അറിയില്ല. ചോദിക്കുമ്പോൾ കണ്ണിറുക്കി ചിരിക്കുക മാത്രം ചെയ്യും വിക്കി. പോകെ പോകെ മിലിയുടെ എഴുത്ത് നിലച്ചു. അവൾക്ക് പകരം മറ്റു പല പേരുകളിലും വന്നു തുടങ്ങി. വിക്കി അസ്വസ്ഥനായി. സങ്കടവും ദേഷ്യവും കാരണം അവൻ്റെ സമനില തെറ്റുന്നത് പോലെ സെറ്റിൻ അവൻ അശ്രദ്ധനായി തുടങ്ങി. ഒടുക്കം മാമ്പഴത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു. പേഴ്സണൽ ഇഷ്യൂസ് കാരണം മിലി എഴുത്തു നിർത്തിയെന്ന് പറഞ്ഞു. അവളുടെ അഡ്രസ്സ് ചോദിച്ചു. വീണ്ടും അവർ കൊടുത്തില്ല. ഭീഷണി വരെ മുഴക്കി. അവർ അയഞ്ഞില്ല. അവൻ്റെ അലഭാവം കാരണം ഡയറക്ടർ ദേഷ്യം വന്ന് രാധികയെ വിളിച്ച് കാര്യം പറഞ്ഞു. കാരണം രാധികയുടെ കസിനായിരുന്നു ആ ഡയറക്ടർ. രാധികയെ അവൻ്റെ അടുത്തേക്കിരുന്ന് അവൻ്റെ മുഖം കൈക്കുള്ളിലാക്കി സമാധാനത്തോടെ അലിവോടെ അവനെ നോക്കി. എന്താടാ വിക്കി, നീ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്തതല്ലേ സിനിമ എന്ന സ്വപ്നം? എന്നിട്ടിപ്പോൾ അതൊക്കെ കൈക്കുമ്പിളിൽ കിട്ടിയപ്പോൾ തട്ടിക്കളയുകയാണോ? വിക്രം കുനിഞ്ഞ മുഖത്തോടെ രാധികയെ നോക്കി. പിന്നെ തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. വിക്കി, അതൊക്കെ പിന്നെ കണ്ടുപിടിക്കാം. ആദ്യം ഏറ്റെടുത്ത് ജോലി ചെയ്. എൻ്റെ കുഞ്ഞ് പൂർത്തിയാക്ക്. നീ കാരണം ഒരുപാട് പേരാണ് പ്രശ്നത്തിലാവുക. ചെറുപ്പം മുതൽ നീ കണ്ട സ്വപ്നവും കഷ്ടപ്പാടും എല്ലാം വെറുതെ ആവും. തൽക്കാലം മിലിയെ മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. മിലിയെ നമുക്ക് കണ്ടുപിടിക്കാം. രാധികയുടെ ഉറപ്പിന്മേലും ആശ്വസിപ്പിക്കലിലും വിക്കി പതുക്കെ തൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടുവന്നു. അവന് വാക്ക് കൊടുത്തതുപോലെ രാധിക മിലിയെപ്പറ്റി അന്വേഷിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നെ അതിനെപ്പറ്റി മറക്കുകയും ചെയ്തു. ഓരോ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോഴും അതിൽ ശ്രദ്ധ ചെലുത്തുമ്പോഴും അവൻ്റെ മനസ്സിൽ മിലി കൂടുതൽ മികവോടെ തെളിഞ്ഞു കിടന്നിരുന്നു. സ്വയം തിരിച്ചറിയാനാവുന്നില്ല അവന്. ആ എഴുത്തുകളോടാണോ അതിൻ്റെ എഴുത്തുകാരിയോടാണോ തന്നെ പ്രണയമെന്ന്. സിനിമയിൽ ഒരുപാട് നടികളുടെ കൂടെ ഇടപഴകി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പലരും പ്രപ്പോസ് ചെയ്തിട്ടുമുണ്ട്. എല്ലാം അവഗണിച്ചു വിട്ടു. തെലുങ്കിലെ മുൻനിര സംവിധായകനായ ചന്ദ്രശേഖരൻ്റെ മകൾ മാൻവി കുറച്ചുനാൾ പുറകെ നടന്നിരുന്നു. അച്ഛനോടും അമ്മയോടും വരെ സംസാരിച്ചു. പക്ഷേ എൻ്റെ സമ്മതമില്ലാത്തത് കൊണ്ട് തന്നെ അവർ അത് നിരസിച്ചു. അങ്ങനെയിരിക്കെയാണ് 3 വർഷം മുൻപ് ഒരു ദിവസം വൈകിട്ട് അമ്മ അടുത്തേക്ക് വരുന്നത്. ആദ്യമായി അമ്മ തന്നോട് യാചിച്ചു, കാലുപിടിച്ചു വിവാഹത്തിന് സമ്മതിക്കാൻ.